ലെബനൻ പേജർ വാക്കി ടോക്കി സ്ഫോടന പരമ്പരകളുടെ ഞെട്ടലിലാണ് ലോകം. സംഭവത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നതേയുള്ളൂ. സ്ഫോടനങ്ങൾക്ക് പിന്നിൽ ഇസ്രായേലാണെന്ന ആരോപണം ആദ്യ ദിവസം തന്നെ ഹിസ്ബുള്ള ഉയർത്തിയിരുന്നു. എന്നാൽ സംഭവത്തിൽ പതിവ് പോലെ പ്രതികരണങ്ങളൊന്നും ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും വന്നിട്ടില്ല. സുരക്ഷാ കാരണങ്ങളാലാണ് മൊബൈൽ ഫോണുകൾ ഉപേക്ഷിച്ച് പേജറുകൾ ഉപയോഗിക്കാൻ ഹിസ്ബുള്ള പ്രവർത്തകർ നിർബന്ധിതരായത്. പേജറുകളുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ കഴിയില്ല. എന്നാൽ മറ്റൊരു മാർഗത്തിലൂടെ പേജറുകളിൽ സ്ഫോടനം നടത്തി ഞെട്ടിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. അതിൻ്റെ അമ്പരപ്പിലും ഞെട്ടലിലും നിന്ന് ലോകം മുക്തമായിട്ടില്ല. എവിടെയാണ് ഹിസ്ബുള്ളയ്ക്ക് വീഴ്ച പറ്റിയതെന്ന ചോദ്യമാണിപ്പോൾ ഉയരുന്നത്. എങ്ങനെ, എപ്പോൾ, എവിടെ വെച്ച് സ്ഫോടക വസ്തുക്കൾ ഈ ഉപകരണങ്ങൾക്കുള്ളിൽ നിറച്ചു എന്നും ഇനിയും വ്യക്തമാക്കേണ്ടതുണ്ട്. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, മാസങ്ങൾ നീണ്ട പഴുതടച്ചുള്ള ആസൂത്രണം സ്ഫോടന പരമ്പരയ്ക്ക് പിന്നിലുണ്ട്. പേജർ സ്ഫോടനത്തിന് പിന്നാലെ ബുധനാഴ്ച പൊട്ടിത്തെറിച്ച വാക്കി ടോക്കികളിലെ ബാറ്ററികളിൽ ഉഗ്രസ്ഫോടനശേഷിയുള്ള രാസവസ്തുവായ PTN അടക്കം ചെയ്തിരുന്നുവെന്ന വിവരമാണ് പുറത്തുവരുന്നത്. സുരക്ഷാ വിദഗ്ധരെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. സ്ഫോടക വസ്തുവിൻ്റെ സാന്നിധ്യം കണ്ടുപിടിക്കുക എളുപ്പമല്ലാത്ത വിധമാണ് അത് ബാറ്ററിയിൽ ചേർത്തിരുന്നത്. ചൊവ്വാഴ്ച പൊട്ടിത്തെറിച്ച ആയിരക്കണക്കിന് പേജറുകളിലടക്കം ചെയ്തിരുന്ന 3 ഗ്രാം സ്ഫോടക വസ്തുവും സുരക്ഷാ പരിശോധനയിൽ കണ്ടുപിടിക്കാൻ കഴിയാത്ത വിധമായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഹിസ്ബുള്ളയുടെ അശ്രദ്ധയല്ല സംഭവത്തിന് പിന്നിലെന്ന് വ്യക്തമാക്കുന്നതാണ് പുതിയ റിപ്പോർട്ട്. പുതിയ പേജറുകൾ ലഭിച്ച ശേഷം ഹിസ്ബുള്ള അംഗങ്ങൾ പതിവ് പരിശോധനകൾ നടത്തിയിരുന്നു. അലാം ശബ്ദം ഉയരുമോ എന്നറിയാൻ വിമാനത്താവളത്തിൽ പേജറുമായി പോയിരുന്നുവെന്നും ലെബനൻ അധികൃതർ വെളിപ്പെടുത്തി. ഫാക്ടറികളിൽ നിന്ന് പുറത്തേക്ക് പോയ ശേഷം ഇടയ്ക്ക് എവിടെയോ ആകാം പേജറുകളിൽ സ്ഫോടക വസ്തുക്കൾ വെച്ചതെന്നാണ് നിഗമനം. ഇസ്രായേൽ ചാരസംഘടനയാണ് വിതരണ ശൃംഖല മുഴുവനും ഉണ്ടാക്കിയതെന്ന ഊഹവും അതിനിടെ ഉയരുന്നുണ്ട്. എങ്ങനെ, എവിടെ വെച്ച് പേജറുകൾ സ്ഫോടക വസ്തുക്കൾ വെച്ചുവെന്നതും എങ്ങനെയാണ് പൊട്ടിത്തെറി സാധ്യമാക്കിയതെന്നതും ഇനിയും വ്യക്തമല്ല. ഹംഗറി, ബൾഗേറിയ, തായ്വാൻ, നോർവേ, റുമാനിയ എന്നീ രാജ്യങ്ങളിലാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടരുന്നത്. പേജർ വിതരണ ശൃംഖലയിൽ ബാഹ്യ ഇടപെടലുകൾ ഉണ്ടായിട്ടില്ലെന്നാണ് തായ്വാൻ, ബൾഗേറിയ അധികൃതരുടെ നിലപാട്. ലെബനനിൽ പ്രധാനപ്പെട്ട ഒരു സൈനിക നീക്കം നടക്കാൻ പോകുന്നുവെന്ന് US പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിനെ ചൊവ്വാഴ്ച ഫോണിൽ വിളിച്ച് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോയാവ് ഗാലന്റ് അറിയിച്ചിരുന്നു. എന്നാൽ വിശദാംശങ്ങൾ നൽകിയില്ലെന്ന് US അധികൃതർ വെളിപ്പെടുത്തി. ഗാലന്റിന്റെ ഫോൺ സന്ദേശത്തിന് പിന്നാലെയാണ് പേജറുകൾ പൊട്ടിത്തെറിച്ചത്. സെൽഫോണുകൾ ഉപയോഗിച്ചാൽ ട്രാക്ക് ചെയ്യാൻ ഇസ്രായേലിന് സാധിച്ചേക്കുമെന്ന കണക്കുകൂട്ടലാണ് ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രുള്ള പേജർ ഉപയോഗിക്കാൻ ഹിസ്ബുള്ള അംഗങ്ങൾക്ക് നിർദ്ദേശം നൽകിയത്. അതുകൊണ്ട് തന്നെ ആശയവിനിമയത്തിനായി ഹിസ്ബുള്ള ഉപയോഗിച്ചിരുന്നത് പേജറുകളാണ്. എന്നാൽ മൊസാദ് അല്പം കൂടി കടന്നു ചിന്തിച്ചു. ഹിസ്ബുള്ളയെ ട്രാക്ക് ചെയ്യുകയല്ല, ഇല്ലാതാക്കുക എന്ന യുദ്ധതന്ത്രം. 3000 പേജറുകളാണ് ലെബനനിൽ പൊട്ടിത്തെറിച്ചത്. 11 പേർക്ക് ജീവൻ നഷ്ടമായി. 3000-ലേറെ പേർക്കാണ് പരിക്കേറ്റത്. തായ്വാൻ ആസ്ഥാനമായുള്ള ഗോൾഡ് അപ്പോളോ നിർമ്മിച്ച 5000 പേജറുകളാണ് ഹിസ്ബുള്ള ഓർഡർ ചെയ്തത്. ഈ പേജറുകൾക്കുള്ളിലാണ് സ്ഫോടക വസ്തു മൊസാദ് ഒളിപ്പിച്ചത്. സ്കാനറുകൾ ഉൾപ്പെടെ ഒരു ഉപകരണം ഉപയോഗിച്ചും കണ്ടെത്താനാകാത്ത വിധം രഹസ്യമായിട്ടായിരുന്നു 3 ഗ്രാമോളം സ്ഫോടക വസ്തു മൊസാദ് ഒളിപ്പിച്ചത്. അത് സജീവമാക്കാനുള്ള കോഡ് ചെയ്ത സന്ദേശം എത്തിയതും പേജറുകൾ കൂട്ടത്തോടെ പൊട്ടിത്തെറിച്ചു. മാസങ്ങളോളം ഉപയോഗിച്ചിട്ട് മൊസാദ് ഒളിപ്പിച്ച ആ സ്ഫോടക വസ്തു കണ്ടെത്താൻ ഹിസ്ബുള്ളയ്ക്ക് സാധിച്ചില്ലെന്നതാണ് യാഥാർത്ഥ്യം. ഒരു കാലത്ത് ഡോക്ടർമാർ, മാധ്യമപ്രവർത്തകർ, സാങ്കേതിക വിദഗ്ധർ, മാനേജർമാർ തുടങ്ങിയ മേഖലയിലുള്ളവർക്ക് വളരെ ഉപകാരപ്രദമായിരുന്നു പേജർ. വിദൂര സ്ഥലങ്ങളിൽ പോലും സന്ദേശങ്ങൾ എത്തിക്കുന്നതിൽ പേജർ വിജയിച്ചിരുന്നു. റേഡിയോ തരംഗങ്ങൾ വഴിയാണ് സന്ദേശം കൈമാറിയിരുന്നത്. സാങ്കേതികവിദ്യ പുരോഗമിച്ചതോടെ പേജറുകളിലും കാര്യമായ മാറ്റങ്ങൾ വന്നു. ഡിവൈസിൽ നേരിട്ട് ചെറിയ സന്ദേശങ്ങൾ പ്രദർശിപ്പിക്കാൻ പ്രാപ്തമാക്കുന്ന ഒരു ചെറിയ സ്ക്രീൻ ഉള്ളതായിരുന്നു പുതിയ മോഡലുകൾ. 90കളുടെ തുടക്കത്തിലാണ് പേജറിനെ കവച്ചുവെച്ച് മൊബൈൽ ആസ്ഥാനം കീഴടക്കുന്നത്. 90കളുടെ അവസാനത്തോടെ പേജറുകൾ പൂർണ്ണമായും അപ്രത്യക്ഷമായി എന്നും പറയാം. എന്നാൽ ഹിസ്ബുള്ള പോലുള്ള ഗ്രൂപ്പുകളിൽ പേജർ തുടർന്നും സജീവമായിരുന്നു.